ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് എയർപോർട്ട് വരെ പോവാട്ടാ. അമലിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് മാൾട്ടിൽ നിന്ന് അവൻ എടുക്കാനായിട്ട്. അമൽ അവനോട് പറഞ്ഞ് പോളണ്ടിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് കാണിച്ചു തരാമെന്ന്. അടുത്ത ഫ്ലൈറ്റിന് ചെക്കൻ ടിക്കറ്റ് എടുത്ത്. അപ്പോൾ അതേ നമുക്ക് പോകാനുള്ള വണ്ടി വന്ന് നമ്മൾ പോവാട്ടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറുമെന്ന്? കറക്റ്റാണ്ടത്. ഇന്നലെ വരെ ഇവിടെ മഞ്ഞ് മൂടി കിടക്കായിരുന്നു. ചെക്കൻ വന്ന് ഇറങ്ങി ദേ ഇവിടെ കൊടും മഴ. ഈശ്വര ദൈവമേ, മഞ്ഞ് പെയ്യണേ. അപ്പം നമ്മളിത് ഏകദേശം ഇവിടെ എത്തിയേട്ടാ. ഇതേ നമ്മുടെ ഡ്രൈവർ മച്ചാൻ ഇവിടുന്ന് ടോക്കൺ എടുക്കുകയാണ്. ഇനി നമ്മൾ അകത്തോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ല കേട്ടോ, ഡൊമസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ ഡ്രൈവർ മച്ചാൻ വീട്ടിൽ കെട്ടിയ ആളായിട്ട് തല്ലുപിടിച്ചിട്ടാണ് ഇറങ്ങിയേക്കണേന്ന് തോന്നുന്നു. വന്നപ്പോൾ തുടങ്ങി മുഖം വീർപ്പിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല ഹനുമാൻ ഗിയറിലാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പറന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തി. നമ്മുടെ ഡ്രൈവറോട് ദോബ്രാനോച്ചും പറഞ്ഞ് നമ്മ അങ്ങോട്ട് ഇറങ്ങിയേട്ടാ. അമ്മലിതേ കൂട്ടുകാരനെ കാണാനുള്ള തിരക്കത്തിൽ നേരെ ഓടുകയാണ്. അവൻ്റെ നടത്തം നോക്കി സ്വന്തം എയർപോർട്ട് പോലെയാണ് അവൻ്റെ പോക്ക്. പറഞ്ഞ പോലെ നമ്മുടെ ചെക്കനെ കാണില്ലട്ടാ. അമ്മലിതേ എൻ്റെ ഉണ്ണിയെ കണ്ടോന്ന് ചോദിച്ച് പരക്കം പാഞ്ഞ് നടക്കുകയാണ് ഇവിടെ. ചെക്കൻ എവിടെയാണാവോ? അയ്യവാ, ആ തിരിച്ചില്ല വേണ്ട. ഇവൻ നമ്മുടെ രജനികാന്തിന് ഒരു വെല്ലുവിളിയായി തീരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അങ്ങനെ നമ്മുടെ മച്ചാനെ കണ്ടു കിട്ടി മക്കളെ, കണ്ടു കിട്ടി. ഇതാണ് നമ്മുടെ മച്ചാൻ, ശരത്ത് മച്ചാൻ. ഇവനിനി എവിടെ കൊണ്ട് മഞ്ഞ് കാണിക്കുമെന്നാവോ ദൈവമേ. അപ്പം നമ്മളെല്ലാവരും പരിചയപ്പെട്ട് ചെക്കനെ കൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. നമ്മുടെ പ്രജു അപ്പോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി നമ്മുടെ ടാക്സി പിടിച്ച് വീട്ടിലോട്ട് പോകണം. ചെക്കനോട് വന്നിറങ്ങിയപ്പോൾ തന്നെ എന്നോട് ചോദിച്ചത് മഞ്ഞ് എവിടെയെന്നാണ്. വിചാരിച്ചിട്ടുണ്ടാവും ദൈവമേ പോളണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കുട്ടനാട്ടിലാണെന്ന്. അപ്പം നാളെ 6:10 മഞ്ഞ് കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പയ്യനെയും കൊണ്ട് റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ടാറ്റാ.